വിജയ് സാറിന് ഹാപ്പി തുറന്നിട്ട് ഉള്ളിലേക്ക് അറിയാം. ദളപതിയുടെ സിനിമ അണ്ണന് ഇഷ്ടമാണോ? ഗൈസ്, ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബോർഡ് കണ്ടോ, ഇവിടെ നമ്മുടെ വയ്യാത്ത കുട്ടികളുണ്ടല്ലോ പഠിക്കുന്ന സ്കൂളാണ്. അപ്പൊ ഞങ്ങള് നമ്മുടെ വിജയണ്ണന്റെ പേരില് ഒരു കേക്ക് എന്തായാലും മുറിക്കുമല്ലോ. അപ്പൊ ആ ഒരു മുറിക്കല് നമ്മുടെ സ്നേഹത്തിന്റെ കൂടെ തന്നെ ആയിക്കോട്ടെ വെച്ച് എങ്കിൽ ഒരു നല്ലത് നടന്നാലും അത് നമ്മ അണ്ണ പേരിലായിരിക്കണം. അപ്പൊ ഞങ്ങൾ ഉള്ളിലേക്ക് കയറും കേട്ടോ. ഉഷാറാട്ടെ. ഭക്ഷണം കഴിച്ചോ? ഉച്ചക്ക് ദോഷം എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കാവോ? ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ താന്നൂര് ചീരാങ്കടപ്പുറത്ത് നിന്നാണ്. നമ്മൾ ഇന്ന് ഞങ്ങൾ വരാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങക്ക് വിജയ് സാറിനെ അറിയാവോ? അതെ, നടൻ അണ്ണന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. 52 ബർത്ത്ഡേ ആണ് ഇന്ന്. എന്നെ കൊണ്ട് പറ്റുന്നൊരു ഹെൽപ്പും എന്റെ ഒരു ആഗ്രഹവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേക്ക് കഴിച്ചാലോ? ഹാപ്പിയാണോ? ഓക്കെ. എന്റെ പേര് റാഫി എന്നാട്ടോ. ഇത് എന്റെ ഉമ്മാണ്. ഉമ്മാന്റെ പേരെന്താണ്? ഓക്കെ, നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പിയാണോ? ക്യാമറ മോമിന്റെ ഹാപ്പി ബർത്ത്ഡേ തലപതി. നമ്മുടെ ചാനലിന്റെ പേര് മല്ലു കിഡ്സ് ട്രാവൽ. ഇത് എന്റെ പേരാണ്, ഇത് വൈഫിന്റെ പേരാണ് കേട്ടോ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ വിജയ് സാർ. അജ്മൻ നമ്പറില്ലേ? കൊടുത്തോ ശരി. മാവ് വാങ്ങിച്ചോ? കുട്ടി കൊടുത്തോ? ആ കുട്ടി കൊടുത്തോ?
എല്ലാവർക്കും ഒരു പീസ് ചേർത്തേ. അവരാരാന്നാ ഫോട്ടൊക്കെ നമ്പൂരി കേക്ക് മുറിച്ചിരുന്നു. ചെറിയ ചെറിയ പീസൊക്കെ എനിക്ക് ആവശ്യം തോന്നിയില്ലല്ലോ. ഷാനു കഴിക്കേ ഷാനു കഴിച്ചു നമുക്ക് നാളെ ഒരു മെമ്മറിയാണ്. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ചോദിച്ചത് നമ്മളെ മക്കള് മനസ്സിലായില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ എന്താണ് ഇതിനെ വന്ന് ചെയ്യാന്ന് ആഗ്രഹം. പക്ഷെ സാധിക്കട്ടെ. പിന്നീട് ഷിഫാന 2 വർഷം ഞാൻ ഷിഫാന പക്ഷെ കഴിച്ചില്ല. നന്ദനെ അവനൊക്കെ കൊടുക്കട്ടെ. ചെറിയ കഷ്ണം കണിക്കോ പറഞ്ഞോട്ടാ. നെയ്തുവിനെ കാത്തിപ്പിക്കേ നോക്ക്. ഞാൻ മുഴുവൻ ഒരു കഷ്ടം മതി. വലിയ പീസട്ട് നിങ്ങൾ കഴിക്കാൻ കഴിക്കാൻ ഞങ്ങൾ ആദ്യമായിട്ടുള്ള ഒരു ഇതാണ് അല്ലേ. ഞങ്ങളിവിടെ അറിയില്ല അറിയില്ല ഇവിടുന്ന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഓരോ എനിക്കൊരു പരിചയമില്ല. ഞാനവിടെ പോയി പോക്കാം. ഞാൻ അങ്ങോട്ടാ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളുണ്ട്. നമ്മള് കേക്കൊക്കെ മുറിച്ചു. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ വീട്ടില്
ഇരുന്ന് ഒരു കേക്ക് മുറിച്ച് ഞങ്ങൾ 4 പേര് 5 പേര് അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് കേക്ക് മുറിക്കാൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെ പാവങ്ങളായിട്ടുള്ള കുഞ്ഞു മക്കളുടെ കൂടെ ആട്ടോ. ഒത്തിരി സന്തോഷം. ചെയ്യാൻ പറ്റുമെന്നോ ഇതൊന്നും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ആ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം പാവങ്ങളായിട്ട് മക്കളാണ് എന്റെ ചുറ്റിനുള്ളത്. എന്റെ വൈഫിന്റെ പേര് ഇവിടെ എല്ലാം ആശ്രയിച്ചുള്ളൂ. എന്റെ വീട്ടുകാർ പോലും ഈ കാര്യം ആയിട്ടുള്ള മക്കളുണ്ടെന്നറിയാം. പക്ഷെ അത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. ഇത്രത്തോളം അടുത്തുണ്ടായിട്ട് പോലും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇനി എന്റെ വീട്ടുകാർക്ക് ബാക്കിയുള്ള മനുഷ്യരായിട്ടുള്ള കുറെ വ്യക്തികളുണ്ട്. അവർക്ക് എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിയാമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെ നാട്ടില് ചുറ്റുപാടത്തുള്ള എല്ലാവരും അറിയണം. അത് നിങ്ങളുടെ കയ്യിലുള്ളത്. എല്ലാവരും വാക്സിൻ അവരിലേക്ക് എത്തിക്കാൻ നോക്കാം. എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണമെന്നില്ല. ഈ മക്കൾക്ക് ഒരു നല്ലത് കിട്ടും, അത്രേ ഉള്ളൂ. എനിക്കത് മതി. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. CM ജോസഫ് വിജയ് സാറിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് എന്റെ ഒരു സന്തോഷം അതാണ് നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കൂടെ കണ്ട കേട്ടോ. ഞാൻ മാത്രമല്ല, എന്റെ ഫാമിലി ഉണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ ഫാമിലീസ് ആട്ടോ. എനിക്ക് ഇതിലും വലിയൊരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കയ്യിലായിട്ടുള്ള ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇനി അടുത്തൊരു ഇതുപോലെ കാര്യം വന്നാലും എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കയ്യിലാട്ടോ. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് എന്തെങ്കിലും ഒന്ന് അയച്ചാൽ മതി കേട്ടോ. ഞാൻ ഹാപ്പി ആവും. ഓക്കെ, താങ്ക് യു. ഒന്നൂടെ എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന് അറിയോ? എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പറയോ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഞാനിപ്പോ ഉള്ളത് കുറെ കുട്ടികളുടെ കൂടെ കേട്ടോ. അപ്പൊ അടുത്ത് പറഞ്ഞു ഈ ഒരു സാധനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിപ്പോ താനൂര് മുനിസിപ്പാലിറ്റിന്റെ കീഴിലാണ് സ്പെഷ്യൽ സ്കൂള്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിൽ എത്ര കുട്ടികളുണ്ട്? ഇവിടെ 35 കുട്ടികളാണ്. 35 കുട്ടികളുണ്ട്. ഇവിടെ വന്ന് പഠിച്ച് തിരിച്ചു പോകുന്നതാണോ? അല്ല, നമ്മുടെ ഇങ്ങനെ ഭിന്നശേഷികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് പഠിച്ചത്. ഓക്കെ, ഒരുപാടുണ്ട്. 72ഓളം സ്കൂളുകളുണ്ട് പഞ്ചായത്തിന്റെ കീഴിൽ. അപ്പൊ ഇതിന് നമുക്ക് ഈ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് പഞ്ചായത്തിന്റെ ഇതിൽ നിന്ന് അതിന്റെ സഹായങ്ങളൊക്കെ കിട്ടുന്ന അല്ലെ? ചേച്ചി ഇവിടുത്തെ ഞങ്ങള് ടീച്ചർ 2 ടീച്ചർ 2 ആയ. ടീച്ചർമാരുടെ പേരെന്ന് പറഞ്ഞോ? എന്റെ പേര് അണ്ണ. 2 ടീച്ചർ ഇപ്പൊ നിലവിലൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻചാർജ് ടീച്ചർ ട്രെയിനിങ്ങിന് പോയത്. ടീച്ചറുടെ പേര് സബിത. ഞാൻ കുറച്ചും വിളിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമായിട്ടുണ്ടോ. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടെന്ന് കുറെ പേർക്ക് ഇപ്പോഴും അറിയത്തില്ല. നിങ്ങൾക്ക് സഹായിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇവർ നമ്മുടെ താനൂര് അങ്ങാടിയിൽ നിന്ന് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവരുടെ താൽക്കാലിക നമ്മളൊരു താൽക്കാലിക കെട്ടിയാണ്. നമുക്ക് സൗകര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മളെന്തായാലും ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷാണ്. അപ്പൊ ഈ ഒരു സന്തോഷം ഇത് എന്റെ മാത്രമല്ല, എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ, ഞങ്ങളുടെ ഫോളോവേഴ്സിന്റെ, നമ്മുടെ അണ്ണന്റെ എല്ലാ മക്കളുടെ ഒരു സന്തോഷം കൂടി കേട്ടോ. അത്രത്തോളം സങ്കടം എനിക്കുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇതിലും വലിയൊരു കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം ഒന്നും എന്നെ കൊണ്ട് ഇപ്പൊ ഇല്ല. പക്ഷെ അടുത്തൊരു പ്രാവശ്യം നമുക്ക് ഇതിലും വലിയൊരു കാര്യം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. അതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും വേണം. ഈ ഒരു കാര്യം ഞാൻ ചെയ്തത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ 52 അണ്ണന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ CM ജോസഫ് വിജയ് സാറിന്റെ ബർത്ത്ഡേ ആണ്. അത് പ്രമാണിച്ചാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ പോട്ടെ. താങ്ക് യു പറയും. വിജയ് സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? വിജയ് സാറിനെ അറിയോ? സിനിമ കാണലുണ്ടോ? ഏത് സിനിമ ഏറ്റവും ഇഷ്ടോ? വിജയിന്റെ
മോഹൻലാല് വിജയ് മോഹൻലാൽ വിജയ് ജില്ല 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 മൂവി. പിന്നെ ഇതാണ്. പിന്നെ ഗണപതി എന്ന കഥ ഉണ്ട്. കണ്ടിട്ടുണ്ട് ദളപതി കണ്ടിട്ടുണ്ട്. ദളപതി കാണോ? ആണ് കണ്ടിട്ടുണ്ട്. പിന്നെ കഥ കൂടി ഇല്ലേ, ആ ആദ്യം കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അത് ഏത് സിനിമയുടെ പേര് പറഞ്ഞാണ്? ഏത് സിനിമയുടെ പേര് പറഞ്ഞാണ്? ഏത് സിനിമ ചെയ്തതാ? പന്തൊടിക്കല്ലേ, എങ്ങനെ? പന്തൊടിക്കല്ലേ, പന്ത് തട്ടുന്നത്? അതല്ല. ആ ദളപതി. ദളപതി. ദളപതിയുടെ സിനിമ അണ്ണന് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? കാണുന്നുണ്ടോ? ഓക്കെ. ഫുട്ബോള് ഫുട്ബോള് കാണലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് എന്റെ പേരെന്തോ? സ്പീച്ചില്ല. ആ ഇവരോട് കൊറേ വട്ടം അവിടെ പേര് ചോദിച്ചായിരുന്നു. എന്റെ പേര് റാഫി, അറിയോ? കാട്ടല്ല കാട്ടോ, അജ്മൽ ഷാൻ. ഓക്കെ, എന്റെ പേര് റാഫി. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ മാക്സിമം നേരത്തെ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു മൂമെന്റ് ഒരു ലൈഫ് ലോങ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാര്യം ഇതിന്റെ ഫസ്റ്റ് മൂമെന്റ് ആട്ടോ. ഫസ്റ്റ് നമ്മുടെ ഇതുപോലൊരു സെലിബ്രേഷൻ ഞാൻ എന്റെ ബർത്ത്ഡേ പോലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, സത്യം പറയുന്നുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷം. എല്ലാം ചാറ്റ് കൊടുക്കും. വിജയ് സാറിന് ഹാപ്പി എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പറയോ, പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ. ഹായ് പറയും. എല്ലാരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാട്ടോ. എന്നെ കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം, അത്രത്തോളം സന്തോഷമുണ്ട്. ഇതിനും വലിയൊരു കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനും വലിയൊരു കാര്യം നമുക്ക് അണ്ണന് വേണ്ടി, നമ്മുടെ പാവങ്ങളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും കേട്ടോ. പോട്ടെ പോട്ടെ. നമ്മള് പോവാട്ടോ. എന്തോ എന്തോ നമുക്ക് ആ വണ്ടിന്ന് ഇങ്ങോട്ട് വന്നൊരു വണ്ടിക്ക് തന്നെ പോട്ടെ. പൈസ ഇല്ല. കഥവ് ചാത്താൻ, കഥ അടയ്ക്കാൻ, കഥ അടയ്ക്കാൻ നിന്നോട് കേട്ടോ. എല്ലാരും ഭയങ്കര സന്തോഷമായി, ഞാനും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത്.